ശൈലജ ടീച്ചർ തന്നെ കൊടുത്ത പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ലീഗിൻ്റെ നേതാവിനെ പേരിൽ തന്നെ കേസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവർ ഇടുന്ന കമന്റിനകത്ത് തയ്യൽ ടീച്ചർ എന്നൊക്കെയാണ് ഇവർ പ്രയോഗിക്കുന്നത്. ഇപ്പോൾ ശൈലജ ടീച്ചർ നമ്മുടെ നാട്ടുകാരി കൂടിയാണ്. അപ്പോൾ ശിവൂർ സ്കൂളിലെ സയൻസ് ടീച്ചറായിരുന്നു ശൈലജ ടീച്ചർ, ആർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ തുന്നൽ ടീച്ചർ ആയാൽ തന്നെ എന്താ മോശം? അപ്പോൾ എത്രമാത്രം അധമമായ ഒരു മാനസികാവസ്ഥയാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ പിന്തുടരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളെ ആക്ഷേപിച്ച് മുദ്രാവാക്യം വിളിച്ച് നമ്മൾ മറന്നിട്ടില്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും ഈ കോൺഗ്രസിൻ്റെയും സൈബർ സംഘങ്ങൾ വളരെ ഗൗരവമായ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് ഇത്തരം നികൃഷ്ടമായ കാര്യങ്ങളിലേക്കാണ് ചർച്ച നയിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ മൂവർ സംഘത്തെ കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. അയാളിപ്പോൾ ഒരു സിപിഎമ്മിന്റെ ലീഗൽ അഭിഭാഷക സംഘടനയിലെ ഒരു പ്രധാന ലീഗലിന്റെ നേതാവാണെന്ന് അറിയുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ജയശങ്കറിൽ ആര് പറഞ്ഞാലും, ഇപ്പോൾ ജയശങ്കറിനെ പോലെ ആളുകൾ നമുക്കറിയാം, അയാളൊക്കെ പറയുന്ന വാക്കുകൾക്ക് എന്ത് വിലയാണ് ഈ നാട്ട് കൊടുക്കുന്നത് എന്ന്. അദ്ദേഹം വളരെ മോശമായ ഭാഷയിലാണ് ഈ തുന്നൽ ടീച്ചർ, തയ്യൽ ടീച്ചർ എന്നൊക്കെയുള്ള പ്രയോഗം നമ്മുടെ പൊതുമണ്ഡലത്തിൽ വനിതാ നേതാക്കൾക്കെതിരെയൊക്കെ ആദ്യം അവതരിപ്പിച്ചത്. അപ്പോൾ അതെല്ലാം നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. അതിപ്പോൾ ഏത് സംഘടനയുടെ നേതാവായാലും അതെല്ലാം അതത് സംഘടന പരിശോധിക്കേണ്ടതാണ്. ഇത്തരം അശ്ലീല പരാമർശം നടത്തുന്ന ആളുകളെയും ഇങ്ങനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ആളുകളെയും ഇവരുടെ എല്ലാം നേതൃസ്ഥാനത്ത് ഇരുത്തേണ്ടതുണ്ടോ, അതെല്ലാം അതത് സംഘടന തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പ്രസിഡന്റോട് ചോദിച്ചിട്ടല്ല എല്ലാവരും ഇത് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം അതിന് പറയുന്ന ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞത്, ഈ പ്രസിഡന്റോട് ചോദിച്ചിട്ടല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അവരെ സംരക്ഷിക്കുന്നത് എന്തിനാ? ഇപ്പോൾ സരിൻ അന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ കേസിൽ നമുക്ക് വേണ്ടി ഹാജരായ എന്നാണ്. ആരൊക്കെ നമ്മൾ? ഈ നമുക്ക് എന്ന പ്രയോഗം എങ്ങനെയാണ് അവിടെ വരുന്നത്? നമുക്ക് എന്ന പ്രയോഗം വരുന്നത് സരിൻ ചുമതലപ്പെടുത്തിയിട്ടാണ്, അവരുടെ IT സെല്ല് തീരുമാനിച്ചിട്ടാണ് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന പേജ് ഉണ്ടാക്കിയത്. അതിനാ പാവപ്പെട്ട മറ്റേ യൂത്ത് കോൺഗ്രസിൻ്റെ എബിൻ എന്ന് പറയുന്ന മറ്റേ വാർഡ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എബിനല്ല ഇതിനകത്ത് കുറ്റവാളി. അത് എബിൻ്റെ പേര് ഉപയോഗപ്പെടുത്തി എബിൻ്റെ ഫോൺ നമ്പർ വെച്ച് ഒരു ID ഉണ്ടാക്കുന്നു. അത് കയ്യോടെ പിടിച്ചുപോയി. അപ്പോൾ പിന്നെ അയാളെ തള്ളാൻ കഴിയില്ല. എബിനെ തള്ളിപ്പറഞ്ഞാൽ എബിൻ പറയും ഞാനിതിൻ്റെ ആളല്ല, എന്നോട് സരിൻ പറഞ്ഞിട്ടാണ് എന്ന് പറയും. അപ്പോൾ പിന്നെ വേറെ രക്ഷയില്ലല്ലോ, ഏറ്റെടുക്കുക എന്നല്ലാതെ. അപ്പോൾ ഇങ്ങനെയുള്ള സകല വിഴുപ്പ് പാണ്ഡങ്ങളും ഇവർ ചുമക്കുകയാണ്. ഇവർ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നേതൃത്വം കൊടുത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്കത് സമ്മതിക്കലാതെ തള്ളിപ്പറയാൻ വേണ്ടി കഴിയില്ല. എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ അതൊരു ഒരു ഒരു കെട്ടിച്ചമച്ച കേസാണെങ്കിൽ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറിക്കെതിരായി ഗവൺമെൻറ് ഒരു കള്ളക്കേസ് എടുത്തിരിക്കുന്നു. അത് ഇതുവരെ ഇവർ കോടതിയിൽ മറ്റേ തരത്തിൽ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രക്ഷോഭം നടത്തിയായിട്ട് നമുക്കറിവില്ല. വെറുതെ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതിയെന്നല്ലാതെ അതിന്മേൽ തുടർ നടപടികൾ എടുത്തിട്ടില്ല, എടുക്കാൻ കഴിയില്ല. കാരണം സൈബർ രംഗത്തെ തെളിവെന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയമായ തെളിവാണ്. അങ്ങനെ ആരെങ്കിലും കെട്ടിച്ചമക്കുന്നൊരു തെളിവ് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഇത് വ്യക്തമാക്കുന്നത് ഇവരുടെ ഒരു സംഘം ഇത് ഒരുങ്ങി പുറപ്പെട്ട് ചെയ്യുകയാണ്. നമുക്കറിയാമല്ലോ, ഈ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ വാർത്ത കൊടുക്കലൊക്കെ നിർത്തിയിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ആരാ ഇതിൻ്റെ പരാതിക്കാർ? DYFI അല്ലല്ലോ ആദ്യ വിഷയം ഉന്നയിച്ചത്. ഈ കണ്ണൂരിൽ തന്നെ ഫർസിൻ മജീദ് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ മറന്നുപോവില്ല. അയാൾ ഈ
കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളായിരുന്നു. അപ്പോൾ ഫർസിൻ മജീദിനോട് സ്ഥാനാർത്ഥികൾ ആയി അത് സംബന്ധിച്ച് അവരെ പ്രഖ്യാപിച്ചു. അന്ന് മാധ്യമപ്രവർത്തകർ വിളിച്ചു ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് കിട്ടേണ്ട വോട്ടൊന്നും കിട്ടിയിട്ടില്ല, വലിയ കൃത്രിമത്വം ഇതിനകത്ത് നടന്നിട്ടുണ്ട്, ഞാൻ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാൻ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫർസിൻ മജീദിനെ പോലെയുള്ള സുധാകരൻ്റെ അനുയായിയത്തിനെ തോൽപ്പിച്ചു കളഞ്ഞു ഇവിടെ. ഇത് ഒരു ജില്ലയുടെ മാത്രം പ്രശ്നമല്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇലക്ഷൻ്റെ ചുമതല നിർവഹിച്ചാൽ എന്തായിരിക്കും എന്നാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ജനങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം വളരെ കൃത്യമായ തെളിവടക്കം കാണുന്നുണ്ട്. നടൻ വിജയിൻ്റെ പേരിൽ ID കാർഡ് ഉണ്ടാക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ പേരിൽ തന്നെ ID കാർഡ് ഉണ്ടാക്കുന്നു, ഈ വ്യാജ പ്രസിഡന്റിൻ്റെ കാറിൽ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നു, കാറടക്കം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടാണല്ലോ. ഇതിൻ്റെ എല്ലാം പരാതിക്കാർ ആരാണെന്ന് ചോദിച്ചാൽ പരാതിക്കാരായിട്ടുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നു. അത് കോഴിക്കോടുള്ള പ്രധാനപ്പെട്ട നേതാവുണ്ടായിരുന്നു, പത്തനംതിട്ടയിലുണ്ടായിരുന്നു, എറണാകുളത്തുണ്ടായിരുന്നു, ആലപ്പുഴയിലുണ്ടായിരുന്നു, കണ്ണൂരുണ്ട്. എല്ലാ ജില്ലകളിൽ നിന്നും കോൺഗ്രസ്സുകാർ തന്നെയാണ് പരാതി കൊടുത്തത്.